ഒരു ഗോളത്തിൻ്റെ വ്യാപ്തത്തിനെ അതിൻ്റെ ഉപരിതല വിസ്തീർണം കൊണ്ട് ഹരിച്ചാൽ 30 കിട്ടും. ഗോളത്തിൻ്റെ ആരം എത്ര? ഗോളത്തിൻ്റെ വ്യാപ്തത്തിനെ ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം കൊണ്ട് ഹരിക്കണം. അപ്പോൾ ഗോളത്തിൻ്റെ വ്യാപ്തം വോളിയം, ഗോളത്തിൻ്റെ വ്യാപ്തം ബൈ ഗോളത്തിൻ്റെ വ്യാപ്തത്തിനെ അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഗോളത്തിൻ്റെ തന്നെ ഉപരിതല വിസ്തീർണം കൊണ്ട് ഹരിക്കുക. ഉപരിതല വിസ്തീർണം ഗോളത്തിൻ്റെ വ്യാപ്തം ബൈ ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം സമം ഹരിച്ചാൽ 30 കിട്ടും എന്ന് പറയുന്നുണ്ട്. 30. ഈ ഗോളത്തിൻ്റെ വ്യാപ്തത്തിൻ്റെ സൂത്രവാക്യം എഴുതുക. ഗോളത്തിൻ്റെ വോളിയം, ഗോളത്തിൻ്റെ വ്യാപ്തം കാണാനുള്ള സൂത്രവാക്യം 4/3 πr³ ആണ്. ഈ r എന്ന് പറഞ്ഞാൽ റേഡിയസ്, ആരം, ബൈ ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം, അതിൻ്റെ സൂത്രവാക്യം 4πr². അപ്പോൾ ഗോളത്തിൻ്റെ വ്യാപ്തം സൂത്രവാക്യം 4/3 πr³, ഗോളത്തിൻ്റെ ഉപരിതല വിസ്തീർണം 4πr² സമം നമുക്ക് 30 എന്ന് എഴുതാം. ഇതിൽ നമുക്ക് അംശത്തിലും ഛേദത്തിലും പൈ ഉണ്ട്, അത് വെട്ടിക്കളയാം. ബാക്കി 4/3 ഇൻറ്റു r³ r ബൈ ഛേദം 4 ഇൻറ്റു r² r സമം 30. നമുക്ക് വീണ്ടും 2r അംശത്തിലും 2r ഛേദത്തിലും വെട്ടിക്കളഞ്ഞാൽ ബാക്കി 4/3r ബൈ 4 സമം ഇവിടെ 30. ബൈ 4 അങ്ങോട്ട് എടുക്കുക. അപ്പോൾ അംശം ഇവിടെ എന്താ ഉള്ളത്? 4/3r സമം ബൈ 4 അങ്ങോട്ട് വരുമ്പോൾ ഇൻറ്റു ആവും, 30 ഇൻറ്റു 4. അപ്പോൾ 4/3 ഇൻറ്റു r സമം ഇത് ഗുണിക്കുമ്പോൾ 120. ഇതിന്ന് r കാണാൻ 4/3 അങ്ങോട്ട് എടുക്കണം. അപ്പം 4/3 ഇൻറ്റു r. അപ്പോൾ r സമം 120. ഈ ഇൻറ്റു അങ്ങോട്ട് മുമ്പ് ഹരിക്കണം, നമുക്ക് 120 ഹരിക്കണം 4/3 സമം 120. ഹരിക്കുക എന്ന് പറയുമ്പോൾ വിൽക്രമം കൊണ്ട് ഗുണിക്കുക, ഗുണന ചിഹ്നിട്ടിട്ട് ഇതിനെ തിരിച്ചിടുക. 3/4. ഇത് വെട്ടിച്ചെടുക്കുമ്പോൾ 30 എന്ന് വരും. 30 ഇൻറ്റു 3 90 എന്ന് വരും. r റേഡിയസ്, ആരം, അതാണ് നമുക്ക് കാണേണ്ടത്. ഗോളത്തിൻ്റെ ആരം 90 സെൻറ്റിമീറ്റർ.